നമസ്കാരം, ഞാൻ ജെറീന. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. അധ്യക്ഷനെ ആവശ്യമുണ്ട്. പാർട്ടി സംസ്ഥാന അധ്യക്ഷ പദവിയെ ചൊല്ലി കലഹം രൂക്ഷമായ ബിജെപിയിൽ വീണ്ടും ഇടപെട്ട് കേന്ദ്ര നേതൃത്വം. തർക്ക വിഷയത്തിൽ സംസ്ഥാന നേതാക്കളുടെ അഭിപ്രായം ആരായാൻ തൃശൂരിൽ നാളെ പാർട്ടി യോഗം. മോദി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷമാണ് അജണ്ടയിലുള്ളതെങ്കിലും അധ്യക്ഷ പദവിയാകും മുഖ്യ ചർച്ചയെന്ന സൂചന. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ കെ സുരേന്ദ്രനും എൻ രാധാകൃഷ്ണനും വേണ്ടി ഇരുവിഭാഗങ്ങൾ കച്ചമുറുക്കിയതോടെ സംസ്ഥാന ഘടകം കലഹത്തിന്റെ കലക്കത്തിൽ. അധ്യക്ഷ പദത്തെ ചൊല്ലി പാർട്ടിയിൽ അച്ചടക്കരാഹിത്യം വെച്ചുപൊറപ്പിക്കില്ലെന്ന മുന്നറിയിപ്പുമായി ദേശീയ നേതൃത്വം. സമവായമായില്ലെങ്കിൽ നിഷ്പക്ഷ നേതാക്കളെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്നും റിപ്പോർട്ട്. അതിനിടെ പാർട്ടിയുടെ ദേശീയ ബൗദ്ധിക സെൽ കൺവീനർ ആർ ബാലശങ്കറെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് അവരോധിക്കാൻ RSS നീക്കമെന്ന് സൂചന. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ അമിത്ഷായും ബാലശങ്കറും ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തിയതായും റിപ്പോർട്ട്. ചെങ്ങന്നൂർ സ്വദേശിയായ ബാലശങ്കർ നേരത്തെ RSS മുഖപത്രമായ ഓർഗനൈസറിന്റെ പത്രാധിപർ ആയിരുന്നു. മടങ്ങിയെത്തുന്ന മുഴക്കം. റംസാൻ മാസത്തിൽ കാശ്മീരിൽ ഏർപ്പെടുത്തിയിരുന്ന വെടിനിർത്തൽ പിൻവലിച്ചതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. കാശ്മീരിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാനുള്ള നീക്കങ്ങളുമായി സർക്കാർ മുന്നോട്ടു പോകും. അക്രമവും തീവ്രവാദവും ഇല്ലാത്ത കാശ്മീർ സൃഷ്ടിക്കാൻ സത്വര നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി രാജ്നാഥ് സിംഗ്. ജമ്മു കാശ്മീരിൽ വെടിനിർത്തൽ ഏർപ്പെടുത്തിയത് കഴിഞ്ഞ മാസം 17-ന്. കാശ്മീർ സ്ഥിതിഗതികൾ വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവർ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു. അമർനാഥ് യാത്ര ഈ മാസം 28-ന് തുടങ്ങാനിരിക്കെ വെടിനിർത്തൽ തീരുമാനം പിൻവലിക്കുന്നതാവും ഉചിതമെന്ന് സുരക്ഷാ ഏജൻസികളും BJPയും നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ്. ആയോഗിന് ആരംഭം. നീതി ആയോഗ് ഭരണസമിതി യോഗത്തിന് ഡൽഹിയിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗം കേരളവും ബംഗാളും ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിനെതിരെ പടനീക്കം നടത്തുന്നതിന് ഇടയിൽ. അരവിന്ദ് കെജ്രിവാളിന്റെ നിരാഹാര സമരത്തിന് പിന്തുണയുമായി പിണറായി ഉൾപ്പെടെ 4 മുഖ്യമന്ത്രിമാർ രംഗത്തെത്തിയിരുന്നു. ഡൽഹിയിലെ പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കണമെന്ന് യോഗത്തിൽ ഇവർ ആവശ്യപ്പെടും. കേന്ദ്ര സർക്കാർ ഫെഡറൽ സംവിധാനം തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നീതി ആയോഗ് ഭരണസമിതിയുടെ 4ാമത് യോഗത്തിൽ പ്രധാന അജണ്ടയായി കാർഷിക പ്രതിസന്ധിയും കേന്ദ്ര പദ്ധതികളും. അതേസമയം ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറുടെ ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തുന്ന കെജ്രിവാളിനെ കാണാൻ 4 മുഖ്യമന്ത്രിമാർ ശ്രമിച്ചെങ്കിലും ഗവർണർ അനുമതി നൽകിയില്ല. അന്വേഷണമെന്ന നാടകം. അഞ്ചലിൽ യുവാവിനെ മർദ്ദിച്ച KB ഗണേഷ് കുമാർ MLA-ക്കെതിരായ കേസ് അന്വേഷണത്തിന് ആരോപണ വിധേയനായ CI എന്ന് ആക്ഷേപം. അന്വേഷണ ചുമതല നൽകിയത് സംഭവം നടക്കുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്ന CIക്ക്. MLA മർദ്ദിക്കുമ്പോൾ CI നോക്കി നിന്നെന്നും പരാതി നൽകിയിട്ടും നടപടി സ്വീകരിച്ചില്ല എന്നും ആരോപണം. ഗണേഷ് കുമാറിന് കുരുക്കായത് കാറിന് സൈഡ് കൊടുത്തില്ലെന്ന പേരിൽ യുവാവിനെ മർദ്ദിക്കുകയും ഇയാളുടെ അമ്മയെ അസഭ്യം പറയുകയും ചെയ്ത സംഭവം. മർദ്ദനമേറ്റ അഗസ്തികോട് സ്വദേശി ആനന്ദകൃഷ്ണന്റെ അമ്മ ഷീന ചവറ മജിസ്ട്രേറ്റിന് മുൻപാകെ MLA-ക്കെതിരെ രഹസ്യമൊഴി നൽകിയത് ഇന്നലെ. ഗണേഷിനെതിരെ പോലീസ് ദുർബലമായ വകുപ്പുകൾ ചുമത്തിയത് വിവാദമായതിന് പിന്നാലെയായിരുന്നു ഇത്. അതേസമയം MLA-യും ഡ്രൈവറും തന്നെ കയ്യേറ്റം ചെയ്തെന്ന് ആരോപിച്ച് ഷീന ഇന്നലെ വനിതാ കമ്മീഷനിലും പരാതി നൽകിയിരുന്നു. സംഭവം വിവാദമാകുമ്പോഴും പ്രശ്നം നിസ്സാരവൽക്കരിച്ച് KB ഗണേഷ് കുമാർ. രാഷ്ട്രീയത്തിൽ ഇതൊക്കെ പതിവെന്ന പത്തനാപുരത്തെ പൊതുപരിപാടിക്കിടെ മാധ്യമപ്രവർത്തകരോട് MLA. അടിമപ്പണിയിൽ അടിയന്തര നടപടി. പോലീസിലെ ദാസ്യപ്പണി വിവാദത്തിൽ ADGP-യുടെ കസേര തെറിച്ചതിന് പിന്നാലെ കൂടുതൽ നടപടികളുമായി സർക്കാർ. സേനയിലെ ക്യാമ്പ് ഫോളോവേഴ്സിന്റെ കൃത്യമായ കണക്കു നൽകാൻ DGP-ക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. സുരക്ഷാ ചുമതലയുള്ള പോലീസുകാരുടെ ഡ്യൂട്ടി ക്രമം ഉൾപ്പെടെ മുഴുവൻ വിശദാംശങ്ങളും ഉച്ചയ്ക്ക് മുൻപ് നൽകാൻ ഉത്തരവ്. അതേസമയം സായുധ സേനാ ബറ്റാലിയൻ മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ട ADGP സുധേഷ് കുമാറിനെ സേനയ്ക്ക് പുറത്ത് നിയമിക്കാൻ നീക്കമെന്ന റിപ്പോർട്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്തേക്കോ ഏതെങ്കിലും സർക്കാർ വകുപ്പിൽ ഡെപ്യൂട്ടേഷനിലോ നിയമനം ലഭിച്ചേക്കാം. സുധേഷിനെതിരെ കർശന നടപടിയുണ്ടായത് മർദ്ദനമേറ്റ പോലീസ് ഡ്രൈവർ ഗവാസ്കറുടെ ഭാര്യ രേഷ്മ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതോടെ. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസുമായി 1 മണിക്കൂറിന് ശേഷം അനുപമ ചേരും. നമസ്കാരം.